വീണ്ടും വരുമെന്ന് വാക്ക് പറഞ്ഞ യേശുവയുടെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്കുള്ള ലേഖനം അതിന്റെ 3-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്കുകൾ നമുക്ക് വായിക്കാം. എഫെസ്യൻസ് 3:17 മുതൽ 20 വരെയുള്ള വാക്കുകൾ നമുക്ക് വായിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും ബലം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകി ദൈവത്തിന്റെ എല്ലാ നിറവയോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയാണ്. എന്നാൽ നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും ഹല്ലേലൂയ. 20ാം വാക്യം വിളിച്ചാലോ? ഈ 20ാമത്തെ വാക്യം മാത്രം എടുത്ത് ശുശ്രൂഷയിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിവുള്ളവരെ പറ്റി അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആവേശം അല്ലേ? ഹല്ലേലൂയ. അത്യന്തപരമായി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അവന്റെ സ്നേഹത്തിൽ വേരൂന്നണം. യേശു കാൽവരിയിൽ തികച്ച അപൂർത്തീകരണ ശുശ്രൂഷയെ പറ്റി ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ചേർന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കാൽവരിയിലെ ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ വല്ലതും ഒന്നുമില്ല. പാപിയായിരുന്ന എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സകലതും അർപ്പിച്ചു തന്നവന്റെ സ്നേഹം, അത് ക്രിസ്തുവിലുള്ള സ്നേഹം. ആ സ്നേഹത്തിൽ വേരൂന്നി നിങ്ങൾ വളരണം. ആ സ്നേഹത്തിന്റെ വലിപ്പം ഒന്ന് അറിയേണ്ടത് ആവശ്യമാണ്. അതിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്തെന്ന് അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഷ പറയുന്നതിന് പ്രാർത്ഥിക്കുമ്പോഴും വേണ്ട, ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി തന്നെ വെളിപ്പെടും. കാരണം ഞാൻ ആരായി മാറി? എന്റെ അപ്പൻ ഏറ്റവും പ്രിയപ്പെട്ടാണെന്നുള്ള ബോധ്യം എന്റെ ഹൃദയത്തിൽ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിയിൽ നടന്ന എന്താണെന്ന് ചോദ്യം ചോദിച്ചാൽ, ഈ പാപിയായ എനിക്ക് വേണ്ടി എന്റെ അപ്പ കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്നു. അത് പറയുവാൻ എനിക്ക് എപ്പോൾ ഞാൻ പാകമാകുന്നു, അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കപ്പെട്ട് കഴിയും, ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിയും. സ്നേഹത്തിന് കുറച്ച് വാക്കാണ്. സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ ഭവനത്തിലോട്ട് കയറി വരുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഓടി വരും. ഓടി എന്റെ അടുത്ത് അപ്പുറയും ഇപ്പുറയും വന്ന് എന്നെ കയറി കെട്ടിപ്പിടിക്കും, ഒത്തിരി കഥകൾ പറയും. സ്തോത്രം. പക്ഷെ തെറ്റായൊരു ധാരണയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ, അപ്പനെ പറ്റി തെറ്റായ ഒരു അറിവാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവർ എന്റെ അടുത്തോട് വരുമോ? വരില്ല. ഇപ്പൊ ഞാൻ നല്ലവരാണെന്ന് വിചാരിച്ചു, ഞാൻ ആ സ്നേഹത്തെ മനസ്സിലാക്കുന്നവരും എന്തും വിട്ടുകളിക്കുന്നവരും അവരുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷേ തെറ്റായൊരു ധാരണയാണ് മക്കൾക്ക് നൽകപ്പെട്ടതെങ്കിൽ മക്കളെന്ന സ്ഥാനത്തെ പോലെ അവർ വളർന്നു. ദാസന്മാരെക്കാളും ഒട്ടും വിശേഷതയില്ലാത്തവരെ അവർ മാറ്റപ്പെടും. ക്ലിയർ ആകുന്ന ഒരു വാക്യത്തിന്റെ വിപുലീകരണമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അവകാശി സർവ്വത്തിനും യജമാനായിരിക്കുന്നുവെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറഞ്ഞ ആരുടെയും വാക്കിനും ആരുടെയും ചിന്തകൾക്കും അനുസരിച്ച് നിലപാടുകളെ മാറ്റുന്ന ഒരു തല നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ദൈവത്തെ പറ്റി തെറ്റായ ചിത്രം, തെറ്റായ കൺസെപ്റ്റാണ് നമ്മുടെ തലയ്ക്കകത്ത് വാഴുന്നതെങ്കിൽ, ഹല്ലേലൂയ, നമുക്കൊരു ഭയം ക്ഷണിക്കും. വിശുദ്ധ വചനം പറഞ്ഞു, ഏത് സമയത്തും കൃപാസംഭാവന
ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ എനിക്ക് പ്രാഗൽഭ്യമില്ല എന്ന് പറഞ്ഞ തലവന്നിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അപ്പയുടെ നാമത്തെ പറയുന്നു, ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ സന്നിധിയിൽ നിന്റെ വിഷയം ഏറ്റുപറഞ്ഞ് ദൈവ സന്നിധിയിൽ നിന്ന് അപ്പോ എന്ന് വിളിച്ചാൽ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെ പറ്റി ഞാൻ പറയുന്നത്. നിന്റെ പാപത്തെ കൊടും ചുവപ്പായിരുന്നാലും അതിനെ തന്റെ രക്തം കൊണ്ട് കഴുകി ഹിമം പോലെ വെളുപ്പിക്കുന്നവന്റെ മഹാകൃപ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ വ്യാപരിക്കപ്പെട്ടതിനെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ വലിപ്പം, ആ സ്നേഹത്തിന്റെ വലിപ്പം, ഈ സ്നേഹം ലോകസ്നേഹമല്ല. കാര്യമാണ് ലോകസ്നേഹത്തിന് ഉണ്ട്. എന്തെങ്കിലും പ്രയോജനങ്ങളില്ല എങ്കിൽ ആരും ആരെയും സ്നേഹിക്കത്തില്ല. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും സബോർഡിനേറ്റ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ കോവർക്കേഴ്സ് ആയാലും ജീവന സ്വന്തം കൂടെ സഹവസിക്കുന്ന മനുഷ്യരായാലും ആരായാലും ഇത്രയും അടുത്ത ബന്ധമാണെങ്കിൽ പോലും ഒരു പ്രയോജനമില്ലെന്ന് കണ്ടാൽ ആരും സ്നേഹിക്കേണ്ടതാകത്തില്ല. ഹല്ലേലൂയ. പല ചാരിറ്റികൾ പലരും നടന്നതിൽ ആ ചാരിറ്റിയുടെ പേരിൽ പലരുടെയും കയ്യിലും പലതും വരുന്നുണ്ടെന്നുള്ള ചിത്രവും നമുക്കറിയാമല്ലോ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പറയുക എന്നുള്ളതല്ല ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം ഒരുവന് മാത്രമേ ഉള്ളൂ, അതെന്റെ യേശു. ആ സ്നേഹത്തിലൂടെ സംഗതി കാണുന്നവൻ അവന് ജാതിയില്ല, വർഗമില്ല, മതമില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, ശകണെന്നില്ല, ദാസനെന്നില്ല. അവനെല്ലാരെയും ഹൃദയത്തോട് സ്നേഹിക്കാനുള്ളൊരു വലിയൊരു മനസ്സുണ്ടാവും. ക്രിസ്തുവിലാന്ന് പറഞ്ഞിട്ട് ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ പറയുന്നുവെങ്കിൽ, സമൂഹത്തിൽ വേർതിരിച്ച ആൾക്കാരെ കാണുന്നുവെങ്കിൽ നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. അതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ക്രിസ്തുവിലാണോ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കൃപ നിന്റെ മേൽ പകരപ്പെടും. ആരും ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിന്റെ കൃപ വ്യാപിച്ചിട്ടുണ്ട്. മനസ്സിലാക്കി കർത്താവിനെ ശക്തിയോടെ ശ്രദ്ധിച്ചാൽ പാസ്റ്റർ അറിഞ്ഞുകൊള്ളുന്ന എന്തെല്ലാം വിഷയങ്ങളെ ഞങ്ങൾ നേരിടുന്നറിയാം, എന്തെല്ലാം പ്രതികൂലങ്ങളെ നേരിടുന്നറിയാം. യെശയ്യാ 54:17 വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ 54:17 വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഒരാമീൻ പറയാൻ തയ്യാറാണോ? 2-3 പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർ ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചാൽ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ലെന്ന്. ആയുധത്തിന്റെ വലിപ്പം പറയാൻ നമുക്ക് ഭയങ്കര ശക്തി അല്ലേ? ഞാൻ നേരിടുന്ന പ്രശ്നം, ആ പ്രശ്നത്തെ പറ്റി പറയാൻ എന്തോ ഒരു ഉന്മേഷമാണെന്നറിയാം. ഞാൻ നേരിടുന്ന വിഷയം പാസ്റ്റർ അറിഞ്ഞുകൂടാനില്ല. അത് ശരിയാ, വിഷയമുണ്ട്. പക്ഷെ ഈ വിഷയം നിന്നെ എന്ത് ചെയ്യുന്നില്ല, നിന്റെ മേൽ ഫലിക്കത്തില്ലെന്ന് പിടികിട്ടുന്നുണ്ടോ? നിനക്ക് വിരോധമായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ തൊടുത്തുവിടുന്ന ആയുധം എത്ര ബലമുള്ളതാണെങ്കിലും മൂർച്ചയുള്ളതാണെങ്കിലും അതിന്റെ പിന്നിൽ എത്ര ശക്തിയുള്ളവനിരുന്നാലും അത് നിന്റെ മേൽ വ്യാപരിക്കപ്പെടത്തില്ല. കാരണം നിനക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചൊരിഞ്ഞവൻ അവന്റെ കൃപ നിന്നെ മൂടുന്നത് കൊണ്ട് തന്നെ ഒരാപത്തും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. മരണശക്തികൾക്ക് വിട്ടുകൊടുക്കാത്ത ദൈവ കൃപയുടെ വ്യാപാരം. ബലമില്ലപ്പ, ക്ഷീണമോ, തപസ്യ ആയില്ലപ്പ, ഞാനുണ്ടെന്നേ ഞാൻ അനുവദിക്കാതെ നിന്നെ തൊടത്തില്ല. ഞാൻ അനുവദിക്കാതെ നിന്നെ ഒരുത്തരും തൊടത്തില്ല. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ യേശുവപ്പ, അങ്ങ് വരുന്ന വാഗ്ദത്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങറിയാൻ ഒരു അനർത്ഥവും ഒരു ആപത്തും ഉണ്ടാകത്തില്ലെന്നൊരു ബോധ്യം ഞങ്ങളുടെ പകരുന്നതിനെ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടന്നാലും എന്തൊക്കെ വിനാശകരമായി വെളിപ്പെട്ടാലും അത് ഞങ്ങളവൻ അടിക്കത്തില്ലെന്നൊരു ബോധ്യം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അങ്ങ് പകരുന്നതിനെ. ആപത്തുകളുടെ അനർത്ഥങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കൃപയിൽ ചലിക്കുന്നൊരുക്കണം. ഹല്ലേലൂയ. സകലരെ സ്നേഹിക്കുവാൻ പഠിക്കുന്നൊരുക്കണം. ഹല്ലേലൂയ. സകലരെ ഉൾക്കൊള്ളുന്നൊരുക്കണം. സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നൊരുക്കണം. ഹല്ലേലൂയ. എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ലാസ്റ്റ് മിനിറ്റ് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സകലരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമടിയവരുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനെ
യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ കർത്താവ് നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നശിച്ചു പോയവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടം വരുത്തത്തില്ല. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിറയ്ക്കട്ടെ. ആമേൻ.